നമസ്കാരം. എല്ലാവർക്കും ജ്യോതിർവാണിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ജൂലൈ 26 മുതൽ ഓഗസ്റ്റ് 1 വരെയുള്ള ഈ ആഴ്ചയിലെ ഇടവം രാശിക്കാരെ കാത്തിരിക്കുന്ന തൊഴിൽ, സാമ്പത്തികം, കുടുംബം, പ്രണയം, ആരോഗ്യം, വിദ്യാഭ്യാസം, ഭാഗ്യം എന്നിവയെക്കുറിച്ച് വിശദമായി നമുക്ക് നോക്കാം. ഈ ആഴ്ച ഇടവം രാശിക്കാർക്ക് ക്ഷമയും ആത്മവിശ്വാസവും കൈവിടാതിരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തുടക്കത്തിൽ ചില കാര്യങ്ങൾ വൈകുന്നതായി തോന്നാമെങ്കിലും ആഴ്ചയുടെ മധ്യത്തോടെ അനുകൂലമായ മാറ്റങ്ങൾ കണ്ടു തുടങ്ങും. മുമ്പ് നടത്തിയ പരിശ്രമങ്ങളുടെ ഫലം ലഭിക്കാനുള്ള സാധ്യതയും ഈ വാരം നിങ്ങൾക്ക് കാണുന്നു. ജോലി ചെയ്യുന്നവർക്ക് പുതിയ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കാം. മേലുദ്യോഗസ്ഥരിൽ നിന്നും പ്രശംസ നേടാനുള്ള അവസരമുണ്ട് ഈ വാരം. സഹപ്രവർത്തകരുമായി നല്ല ബന്ധം നിലനിർത്തുന്നത് ഈ വാരം നിങ്ങൾക്ക് കൂടുതൽ നേട്ടം നൽകും. ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ ഇടപാടുകളും ഉപഭോക്താക്കളും ലഭിക്കാൻ സാധ്യതയുള്ള വാരമാണ്. പുതിയ നിക്ഷേപങ്ങൾ നടത്തുന്നതിന് മുമ്പ് ഇടവം രാശിക്കാർ കൃത്യമായി ആലോചിക്കുക. ഈ ആഴ്ച വരുമാനം മെച്ചപ്പെടാനുള്ള സാധ്യതയുള്ള വാരമാണ്. പഴയ കുടിശ്ശികകൾ തിരികെ ലഭിക്കുന്ന ഒരു വാരമായിരിക്കും. എന്നാൽ അനാവശ്യ ചെലവുകൾ ഈ വാരം നിയന്ത്രിച്ചാൽ ഇടവം രാശിക്കാർക്ക് സാമ്പത്തിക സ്ഥിതി കൂടുതൽ ശക്തമാകും. വീട്ടിൽ സന്തോഷകരമായ അന്തരീക്ഷം നിലനിൽക്കുന്ന ഒരു വാരമാണ്. കുടുംബാംഗങ്ങളുമായി കൂടുതൽ സമയം ചെലവഴിക്കാൻ അവസരം ലഭിക്കുന്ന ഒരു വാരമാണ്. ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ സൗമ്യമായി സംസാരിച്ച് പരിഹരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രണയബന്ധങ്ങളിൽ വിശ്വാസവും അടുപ്പവും വർദ്ധിക്കുന്ന ഒരു വാരമാണ്. ദാമ്പത്യത്തിൽ പരസ്പര സഹകരണം സന്തോഷം വർദ്ധിപ്പിക്കുന്നു. വിവാഹാലോചന നടത്തുന്നവർക്ക് ഈ വാരം അനുകൂല വാർത്തകൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. പഠനത്തിൽ ശ്രദ്ധ വർദ്ധിക്കേണ്ട സമയമാണ്. പരീക്ഷകൾക്കും മത്സര പരീക്ഷകൾക്കും തയ്യാറെടുക്കുന്നവർക്ക് ഈ വാരം നല്ല പുരോഗതി ഉണ്ടാകും. അധ്യാപകരുടെ നിർദ്ദേശങ്ങൾ ഈ വാരത്തിൽ നിങ്ങൾക്ക് ഗുണം ചെയ്യുന്നു. പൊതുവെ ആരോഗ്യം ഈ വാരം ഇടവം രാശിക്കാർക്ക് മികച്ചതായിരിക്കും. എന്നാൽ ഉറക്കക്കുറവും മാനസിക സമ്മർദ്ദവും ഒഴിവാക്കാൻ ഇടവം രാശിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക. ആവശ്യത്തിന് വിശ്രമവും ആരോഗ്യകരമായ ഭക്ഷണവും ഇടവം രാശിക്കാർ കഴിക്കേണ്ടതാണ്. ഈ ആഴ്ചയിൽ ഇടവം രാശിക്കാരുടെ ഭാഗ്യസൂചനകൾ. ഭാഗ്യദിനം വെള്ളിയാഴ്ചയാണ്. ഭാഗ്യനിറം വെള്ള, ഇളം പച്ച. ഇടവം രാശിക്കാരുടെ ഈ ആഴ്ചയിലെ ഭാഗ്യസംഖ്യ 6. ഇടവം രാശിക്കാരുടെ ശുഭദിശ തെക്ക് കിഴക്ക്. ഇനി ഇടവം രാശിക്കാരുടെ പരിഹാരക്രിയകൾ നമുക്ക് നോക്കാം. വെള്ളിയാഴ്ച മഹാലക്ഷ്മി ദേവിക്ക് നെയ്വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. ഓം ശ്രീ മഹാലക്ഷ്മി നമ എന്ന മന്ത്രം 21 പ്രാവശ്യം ജപിക്കുകയും ചെയ്യുന്നത് ഈ ആഴ്ച ഇടവം രാശിക്കാർക്ക് ആത്മീയമായി ശുഭകരമാണെന്ന് കാണപ്പെടുന്നു. മൊത്തത്തിൽ നോക്കിയാൽ ഇടവം രാശിക്കാർക്ക് ഈ ആഴ്ച സ്ഥിരതയോടെയും ആത്മവിശ്വാസത്തോടെയും മുന്നേറാൻ നല്ല അവസരങ്ങളും സന്തോഷകരമായ വാർത്തകളും ലഭിക്കാൻ സാധ്യതയുള്ള ഒരു വാരമാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ നക്ഷത്രം കമൻ്റായി രേഖപ്പെടുത്തൂ. ദിവസേന രാശിഫലവും നക്ഷത്രഫലവും ലഭിക്കാൻ ജ്യോതിർവാണി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.